അപ്പോൾ നമ്മളടുത്ത് ആകെ കൂടി ചോദ്യം, നിങ്ങളടുത്ത് എത്ര ഫണ്ട് ഉണ്ട് ബേൺ ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫണ്ട് ബേൺ ചെയ്യാണ്ടും തുടങ്ങാം, ബേൺ ചെയ്തിട്ടും തുടങ്ങാം. അത് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ചിട്ടാണ്. അതും എത്ര സ്പീഡിൽ നമുക്ക് ഈ ബ്രാൻഡ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണതിനും അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ബേൺ ചെയ്യാണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം ഇപ്പോൾ നമ്മളവിടെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ബാർട്ടറാണ്. ബാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, നാനോ ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, അവർ ആ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് വീഡിയോസ് അവരുടെ ചാനലിൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഓൺലൈൻ സ്റ്റോറിലേക്ക് ഇപ്പോൾ ഷോപ്പിഫൈഡ് അഫിലിയേറ്റ് കമ്മീഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു അഫിലിയേറ്റ് കോഡ് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവരുടെ ലിങ്ക് ത്രൂ വരുന്നത് ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഗെറ്റ് എ അഫിലിയേറ്റ് പേയ്മെൻറ്റ്. UAE പോലത്തെ ഒരു കൺട്രിയിൽ അതിന് പ്ലാറ്റ്ഫോംസും ഉണ്ട്. യെസ്, അതിന് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. കറക്റ്റ്, ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഓൾറെഡി അത് അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ എന്താണ്, ബേൺ ചെയ്യേണ്ട ഒന്നും ചെറിയൊരു എമൗണ്ട്. തിങ് ഈസ് വി ഹാവ് ടു ഗിവ് ദ പ്രൊഡക്റ്റ്. കറക്റ്റ്, അതാണ് നിങ്ങളെ കോസ്റ്റ്. അത് കോസ്റ്റ് ബേസിസിലാണല്ലോ ആ പ്രൊഡക്റ്റ് കൊടുക്കുക, കണ്ടന്റ് ചെയ്യുക. ഇഫ് യു ആർ ഗെറ്റിംഗ് ഓർഡേഴ്സ് ഫ്രം ദെൻ ദേ വിൽ ഗെറ്റ് പെയ്ഡ്, അതർവൈസ് നോ. അതെ, സ്റ്റാർട്ടപ്സിന് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണത്. ത്രൂ മാക്രോ, അതേ ബാർട്ടർ സിസ്റ്റം. ബാർട്ടറിൽ വിത്ത് സ്മോളർ ഇൻഫ്ലുവൻസേഴ്സ്. യെസ്, വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ്. ഈ സാധനം എൻ്റെ അനിയൻ ചെയ്യുന്നുണ്ട്. അവൻ ഡങ്കിൻ ഡോണറ്റ്സിൽ മാർക്കറ്റിംഗ് ടീമിലാ. അപ്പോൾ അവൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡങ്കിൻ സ്റ്റോർ തുറക്കുമ്പോൾ നേരെ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഒരു 40 ഇൻഫ്ലുവൻസേഴ്സ് അങ്ങോട്ട് സെലക്ട് ചെയ്യും. വാട്ട് എവർ, മാക്രോ, നാനോ. ഒരു ഹ്യൂജ് ഫുട്ഫോള് ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് കാരണം വരും. അതിനുള്ള സിസ്റ്റം ദുബായിലുണ്ട്, പക്ഷെ അത് ബാക്കിയുള്ള GCC കൺട്രീസ് ഇസ് സ്റ്റിൽ മച്ച് ബിഹൈൻഡ്. ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. കറക്റ്റ്, ആ ഒരു ക്രൗഡ് പുള്ളിങ് ചെയ്യാൻ എന്തായാലും പറ്റും. അത് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അതിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോവുകയും ചെയ്യും. ഇതെല്ലാം പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പ്രൊഡക്റ്റ് സൂപ്പർ ആയിരിക്കണം. ഇനിയിപ്പോൾ ക്യാഷ് ബേൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഐ വിൽ സജസ്റ്റ് ദ പെർഫോമൻസ് മാർക്കറ്റിംഗ്. ബേൺ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സൺസ്ക്രീൻ ജാക്കറ്റ്സിൻ്റെ എത്രയുണ്ട് സെർച്ച് എന്നുള്ളത് നോക്കിയിട്ട് വേണം. അപ്പോൾ എന്താണ്, സെർച്ച് നോക്കുക, സെർച്ച് ആഡ്സ് കൊടുക്കുക. മെറ്റ നന്നായിട്ട് വർക്കിംഗ് ആണ്, കാരണം ഓൾറെഡി മെറ്റയിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളുകളുണ്ടാവും, അങ്ങനെയുള്ളതുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെയും കാറ്റലോഗ് ആഡ്സോ അല്ലെങ്കിൽ കൺവേർഷൻ ടൈപ്പോ എൻഗേജ്മെൻറ്റ് ആഡ്സോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കയറിപ്പോവും. അതെ. ദെൻ സ്നാപ്ചാറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി നമ്മൾ മലയാളി അല്ല, ഇന്ത്യൻ അല്ല എങ്കിൽ നമുക്ക് എമറാത്തി കമ്മ്യൂണിറ്റിയാണ്, ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്, മിഡിൽ ഈസ്റ്റ് എക്സ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ചാറ്റിലേക്ക് പോവാം. പിന്നെ UGC കോണ്ടന്റ് ഉണ്ടെങ്കിൽ ടിക്ടോക്ക് ഈസ് സംതിങ് ബെറ്റർ. വി ക്യാൻ ഡു ടിക്ടോക്ക് ആഡ്സ് ഇറ്റ് സെൽഫ്. ഇവിടെ ഇല്ല, ഇന്ത്യയിലില്ല ടിക്ടോക്ക് ആഡ്സ്. ദർ ഇഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ്സ് എ D2C പ്രൊഡക്റ്റ്, ദെൻ ടിക്ടോക്ക് UGC വിത്ത് സ്പോൺസേർഡ് ആഡ് വർക്കിംഗ് ആണ് അവിടെ. എല്ലാ പ്രൊഡക്റ്റിനും ടിക്ടോക്ക് വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നിഹാല് ഇത് കണ്ടു കഴിഞ്ഞാൽ തീരുമാനമായി. ഓക്കെ, നേരെ കൊണ്ടുപോയിട്ട് ദുബായിൽ പരിപാടി തുടങ്ങാം. അതെ, ഓക്കെ, നൈസ്. സോ മൂവിങ് ഓൺ, ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. നല്ല മാനുഫാക്ചറിങ് സപ്ലയറേയും എങ്ങനെ കണ്ടെത്താം UAE-ൽ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, നമ്മൾ UAE-ൽ മാനുഫാക്ചറിങ് സപ്ലയേഴ്സിനെയും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കണം. ആൾക്ക് ഡ്രോപ്പ് ഷിപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ആൾക്ക് അവരുടെ D2C സ്റ്റോർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് അതിലെ മേജർ ഇത്. കറക്റ്റ്. അപ്പോൾ മാനുഫാക്ചർ, പക്ഷെ എന്നാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാക്കേജിങ് പ്രൊഡക്റ്റ് വേണം. ആ പാക്കേജിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് എവിടെയാണ് മാനുഫാക്ചർ സപ്ലയർ ഇല്ലെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വൈറ്റ് ലേബൽ ചെയ്യുന്നത് ഇപ്പോൾ ഗൂഗിൾ അല്ലാണ്ട് വേറെ അവിടെ അങ്ങനെ ഡയറക്ടറീസ് ഉണ്ട്, യെല്ലോ പേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ട്രേഡ് ലിങ്ക് എന്ന് പറഞ്ഞ് ദുബായിലൊരു വെബ്സൈറ്റ് ഉണ്ട്. അലിബാബ പോലെയാണോ? അതെ, അലിബാബ പോലെയാണ്. അതായത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട്. യെസ്, നിഹാലിന് അതും വേണ്ടി നോക്കാം. ട്രേഡ് ലിങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എ ഫുൾഫിൽമെന്റ് നെറ്റ്വർക്ക് ആൻഡ് എല്ലാ നെറ്റ്വർക്കും അവർക്ക് പേയ്മെന്റ് ഗേറ്റ്വേസ് എവറിത്തിങ് ഈസ് ദർ. നമ്മുടെ ബ്രാൻഡ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടു പേ കമ്മീഷൻ ഫോർ ദം. ദേ വിൽ എസ്റ്റാബ്ലിഷ് അവർ ബ്രാൻഡ്. അതെ, ഇത് ഡെലിവറി, സ്റ്റോറിങ്, എവറിത്തിങ് ദേ വിൽ ഡു. ഓൾറെഡി ട്രേഡ് ലിങ്കിന് വിസിറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അലിബാബ പോലെ തന്നെ.
അലിബാബ പോലെ, പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ ദുബായിലുണ്ട്. ട്രേഡ് ലിങ്ക് ഒരു ഫുൾഫിൽമെന്റ് പാർട്ണറും കൂടിയാണ്. ട്രേഡ് ലിങ്ക് എന്നാണ്, ഫുൾഫിൽമെന്റ് പാർട്ണറും കൂടിയാണ്. അത് ശരി, ഓക്കെ. അപ്പോൾ ട്രേഡ് ലിങ്ക് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് മിക്കവാറും മാനുഫാക്ചറേഴ്സ് ആൻഡ് സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ട്രേഡ് ലിങ്കിലും ഉണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എക്സിബിഷൻസ് നടക്കാറുണ്ട് ദുബായിൽ, വേൾഡ് ട്രേഡ് സെന്ററിൽ. അതെ, ജൈടെക്സ് പോലെ. വേൾഡ് ട്രേഡ് സെന്ററിന്റെ വെബ്സൈറ്റിൽ കയറാം. അതിൽ കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൽ എന്താ പറയുക, ഇൻഡസ്ട്രി വൈസ് നടക്കുന്ന എക്സിബിഷൻസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരൊറ്റ എക്സിബിഷൻ അറ്റൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏത് മാനുഫാക്ചർ വേണമെങ്കിൽ കിട്ടും. ഇപ്പൊ വേൾഡ് വൈഡ്, ദുബായിൽ നിന്ന് മാത്രമല്ല. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഗോ ഫോർ എക്സിബിഷൻ. ഇവിടുന്ന് ഒരു വിസിറ്റേഴ്സ് എടുക്കുക, നേരെ അവിടെ പോവാ, മെട്രോയിൽ കയറാം, വേൾഡ് ട്രേഡ് സെന്ററിൽ പോവാ. ഒരു 3 ദിവസമായിരിക്കും ഏത് എക്സിബിഷൻ. 3 ദിവസം നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുക, എല്ലാവരെയും പരിചയപ്പെടാം, നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പോരാ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ മാനുഫാക്ചറേഴ്സ് ആൻഡ് പ്രൊഡക്ട്സ്. അതിൽ ഈ പറഞ്ഞ പോലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ വെബ്സൈറ്റിൽ തന്നെ കയറിയാൽ ഡീറ്റെയിൽ കിട്ടും. ഫുഡ് റിലേറ്റഡ്, FMCG റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഓണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഗൾഫ് ഫുഡിന് പോകുന്നതാണ്. ബേക്കറി, റെസ്റ്റോറൻറ്റ്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതും ഫുഡ് മാനുഫാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻഗ്രീഡിയൻസും മറ്റുള്ള കാര്യങ്ങളും ഗൾഫ് ഫുഡാണ് ദ ബെസ്റ്റ്. ഇപ്പോൾ പാക്കേജിങ്ങിനാണെങ്കിൽ ഞങ്ങളൊക്കെ ഉള്ളത് ഗൾഫ് ഫുഡ് മാനുഫാക്ചറിങ്ങിലാണ്. മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും അതിലുണ്ടാവും. അതിൽ ദുബായി ഉണ്ടാവും, വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാവരും.